നമ്മളെന്താണ് ചെയ്തത്? പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത് കടൽക്ഷോഭം മൂലം താമസിക്കാൻ കഴിയാത്ത ആളുകൾക്ക് 50 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുക. അത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. എത്രയോ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട് കടലിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കേരളത്തിൽ എല്ലാ സ്ഥലത്തും മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ മാറ്റിപ്പാർപ്പിക്കാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ അന്തരീക്ഷമുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുകൊണ്ടാണ് സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തിയിട്ട് നമ്മളിപ്പോൾ വീട് നിർമ്മിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ക്യാമ്പിൽ താമസിച്ചവർക്ക് നമ്മൾ വാടക കൊടുത്തവരുണ്ടല്ലോ, വാടക കൊടുത്തവരെ, ഗോഡൌണിൽ താമസിച്ചെന്ന് പറഞ്ഞവർ, യു പി സ്കൂളിൽ താമസിച്ചവരെ മൊത്തം വാടക കൊടുക്കുന്നുണ്ട്. അതാണ് ഈ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടി. അർഹതപ്പെടാത്തവർ ആരും കൊടുത്തിട്ടില്ലെന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് പറയുന്നത്. ഇനി ആർക്കെങ്കിലും അർഹതപ്പെട്ട് കിട്ടാനുണ്ടെങ്കിൽ ബാക്കി 200-300 ഫ്ളാറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുണ്ട്. കണക്ക് നമ്മുടെ 21,000-ൽ ചിലവാനും വീടുകൾ മാറണം. 21,000-ഓളം വീടുകൾ ഈ 50 മീറ്റർ ഉള്ളിൽ നിന്ന് മാറിയേ പറ്റൂ. ആ മാറുമ്പോൾ അവർ സ്വന്തമായി ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ നിലപാട്. അവർക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ സർക്കാർ മുൻകൈ എടുത്ത് കുറച്ച് ഭൂമി കണ്ടെത്തി അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒരു 6,300-ഓളം വീടുകൾ ഇപ്പോൾ ആവും. ബാക്കിയുള്ളത് നമ്മളിപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഭൂമി കണ്ടെത്തേണ്ട പ്രശ്നമുണ്ട്. വലിയ റിസ്ക്കാണ്. നമ്മൾ ചെറിയ കാര്യമല്ല ഇത്. കാരണം ഈ തൊഴിൽ മേഖലയും ഇവരുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി നമ്മളൊന്ന് യോജിപ്പിച്ചിട്ടേ പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അവരെ സഹായിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റുള്ളത്. ഏത് പദ്ധതി മാറ്റിവെച്ചാലും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് മുഖ്യ പരിഗണനയാണ് ഉള്ളത്.